وأوثقت عن بصائرنا خشوة الغوايا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ റബ്ബ് നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിലുടനീളം ശിരസാവഹിച്ച് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണേ എന്ന് വസീയത്ത് ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ പല നിലക്കുമുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും കഷ്ടപ്പാടും ഒക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് നാളുകൾ ചിലപ്പോൾ ആലോചിച്ച് പോകുന്ന ദുരന്തങ്ങളുണ്ടാകും. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഓർമ്മ വരുന്ന ദുരിതങ്ങളുണ്ടാകും. അതുപോലെ ഒരു ദുരിതം കഴിഞ്ഞ് മറ്റൊന്ന് വലുതുണ്ടാകുമ്പോഴത്തേക്ക് ചെറുതിനെ നമ്മൾ മറന്നു കളയും. അങ്ങനെ പല നിലക്കും നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുരിതമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓർക്കുവാൻ പറഞ്ഞ വലിയൊരു ദുരന്തം, വലിയൊരു പ്രയാസം, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്കുള്ളൊരു മുസീബത്ത്, ഒരു പ്രയാസം, ഒരു ദുരിതം നിങ്ങളെ ബാധിച്ചാൽ ഫൽയുദ്കിർ മുസീബതഹു ബി, ആ നേരത്ത് നിങ്ങൾ എന്നിലൂടെ നിങ്ങൾക്കുണ്ടായ ദുരിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഓർക്കണേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫഇന്നഹാ അഅളമുൽ മസാഇബ്, തീർച്ചയായും ഏറ്റവും വലിയ, നിങ്ങൾ നേരിട്ട അതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും പ്രയാസം നിറഞ്ഞ ദുരിതമെന്ന് പറയുന്നത്, പ്രയാസമെന്ന് പറയുന്നത് അത് എൻ്റെ വേർപാടാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ നാട്ടിൽ അധികം ആളുകളും ഈ റബീഉൽ അവ്വൽ മാസത്തെ കണക്കാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണെന്നും
അതിൽ നമ്മൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും പ്രവാചകന്റെ മദ്ഹുകൾ പാടുകയും പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ചുകൊണ്ട് തോരണങ്ങൾ കെട്ടി അലങ്കരിച്ച് പള്ളികളും മദ്രസകളും അലങ്കരിച്ച് പ്രവാചക പ്രകീർത്തനങ്ങൾ പറഞ്ഞ് വഴികളിലൂടെ ജാഥ ചുറ്റണമെന്നുമൊക്കെയാണ് പല ആളുകളും കരുതുന്നതും വിശ്വസിക്കുന്നതും ചെയ്യുന്നതും. വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ എന്ത് ചെയ്തിരുന്നു എന്ന് അറിയാനും അന്വേഷിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടിയിരിക്കുന്നു. ഹിജറ 11 ഏകദേശം 1433 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും പ്രവാചകന്റെ ഭവനവും മസ്ജിദുൻ നബവിയും പ്രവാചകന്റെ സ്വഹാബികളും എങ്ങനെയായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 11 സഫർ മാസത്തിന്റെ അവസാനം ഉഹദിൽ ഷഹീദായ ശുഹദാക്കളെയും മരണപ്പെട്ടു പോയ പല ആളുകളെയും മദീനത്തെ ബഖീഉൽ അർഖദ് ഖബർസ്ഥാനിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൂടെയുണ്ടായിരുന്ന തൻ്റെ സ്വഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ സംബന്ധിച്ച് താക്കീതുകൾ നൽകി, മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവാചകനെ അതിശക്തമായ തലവേദന പിടിപെടുന്നു. പിന്നീട് പ്രവാചകനെ ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രവാചകനെ പനി ബാധിക്കുന്നു. പ്രവാചകൻ ശാരീരികമായി അവശനായിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട പത്നിമാരുടെ സമ്മതപ്രകാരം അവരെല്ലാവരും കൂടി പ്രവാചകനെ എളുപ്പമുണ്ടാക്കണം എന്ന നിലക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കുകയാണ്. അവിടെ പ്രവാചകനെ പരിചരിക്കുവാൻ, പ്രവാചകനെ ശുശ്രൂഷിക്കുവാൻ, പ്രവാചകന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ പ്രവാചകന്റെ മറ്റു പത്നിമാരും അവിടെ തന്നെ കഴിയുകയാണ്. അങ്ങനെ ഏകദേശം റബീഉൽ അവ്വൽ 9 അതല്ലെങ്കിൽ 8 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഗ്രിബ് നമസ്കാരത്തിന് തൻ്റെ സ്വഹാബത്തിന് നേതൃത്വം നൽകുകയാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, വഖദ് സല്ല ബിന്നാസ് ദാലിക യൗം സ്വലാത്തുൽ മഗ്രിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണത്തിന് മുമ്പായിക്കൊണ്ട് 4 ദിവസം മുമ്പായിക്കൊണ്ട് തൻ്റെ ജനങ്ങളുമായി തൻ്റെ സ്വഹാബിയുമായി കൊണ്ട് മഗ്രിബ് നമസ്കാരം നമസ്കരിക്കുകയാണ്. ഫഖറ ഫീഹാ ബിൽ മുർസലാത്തി ഉർഫ വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ എന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുർസലാത്തിലെ വചനങ്ങൾ പാരായണം ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിന് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്നു. പ്രവാചകൻ കിടക്കുന്നു. ഇശായോടടുക്കുമ്പോൾ ഇശാ നമസ്കരിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നു. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായിക്കൊണ്ട് വീഴുകയാണ്. ഇങ്ങനെ ഒരുപാട് തവണ ആവർത്തിക്കുന്നു. ചില നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയോടായിക്കൊണ്ട് ചോദിക്കുന്നു, ഉസല്ലിയന്നാസ്, എൻ്റെ സ്വഹാബ, എൻ്റെ ജനങ്ങൾ അവർ നമസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ് വഹും യന്തളറൂനക്, പ്രവാചകരെ അവർ നമസ്കരിച്ചിട്ടില്ല, അവരങ്ങേ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കാത്തുകൊണ്ട് നിൽക്കുകയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി പറയുന്നു. പ്രവാചകൻ ആ നേരം പറയുന്നു, എൻ്റെ തലയുടെ മുകളിലൂടെ നിങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നൊഴിക്കണേ എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ പ്രവാചക പത്നിമാര് പ്രവാചകന്റെ തലയിലൂടെ വെള്ളമൊഴിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അങ്ങനെ നമസ്കരിക്കുവാനായി എഴുന്നേൽക്കുന്നു. കഴിയുന്നില്ല. പ്രവാചകൻ വീണ്ടും ബോധരഹിതനായി വീഴുന്നു. വീണ്ടും പ്രവാചകൻ ആ നേരത്ത് പോലും എന്റെ സ്വഹാബ, എന്റെ ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ നേരത്തില്ല എന്ന മറുപടിയാണ്. ആ സമയത്തതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, നിന്റെ ഉപ്പയോട് ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ കൽപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നു. ആ നേരത്ത് ആയിഷ ബീവി ഒന്ന് പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, അങ്ങ് നിന്ന മിഹ്റാബാണ്, അങ്ങ് നമസ്കരിച്ച ഇടമാണ്, അവിടെ നിന്ന് നമസ്കരിക്കുവാൻ എന്റെ ഉപ്പാക്ക് സാധ്യമല്ല. അവരുടെ ഹൃദയം വളരെ ലോലമാണ്. പ്രവാചകരെ, അങ്ങയോടുള്ള മുഹബ്ബത്താൽ, അങ്ങയോടുള്ള ഇഷ്ടത്താൽ അവിടത്തേക്ക് നിന്ന് നമസ്കരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ആയിഷ ബീവി പറയുന്നു. ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ കർശനമായി കൊണ്ട് പറയുന്നു, നിങ്ങൾ സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാമയെ വട്ടം കറക്കിയ ആളുകളാണ്, അതുകൊണ്ട് അധികം സംസാരിക്കണ്ട. ഉപ്പയോട് പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയി ഇമാമായി നിൽക്കുവാൻ കൽപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കൽപ്പിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പ്രവാചകന്റെ മരണം വരെയും, പിന്നീട് സിദ്ദീഖ് അബൂബക്കറിന്റെ ഭരണകാലത്തും അവിടുന്ന് പിന്നീട് ഇമാമത്തായിക്കൊണ്ട് നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടരുകയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകൾ, ചരിത്രങ്ങളിൽ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ അവസാന നാളുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ഏകദേശം റബീഉൽ അവ്വൽ 7 അതിൽ 8 9 അതല്ലെങ്കിൽ 10 ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രവാചകൻ ആയിഷ ബീവി വിളിക്കുന്നു, വതസദ്ദഖ ബിസിത്തത്തിൻ ഔ 7 ദീനാറിൻ കാനത് ഇൻദഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ അവശേഷിച്ചിരുന്ന 6 7 ദീനാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുകൊണ്ട് സ്വദഖ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതേപോലെ പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന പ്രവാചകന്റെ യുദ്ധത്തിനാവശ്യമായ പ്രവാചകന്റെ പടക്കോപ്പുകളും പടയങ്കികളും മുസ്ലിമീങ്ങൾക്ക് പൊതുദാനമായി നൽകുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഉണ്ടായിരുന്നത് മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ദാനം ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ അവസാന ദിനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഏകദേശം റബീഉൽ അവ്വൽ 11 അസ്തമിച്ച്, സൂര്യൻ അസ്തമിച്ച് 12ന്റെ ചന്ദ്രൻ ഉയർന്ന നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ഹദീസുകൾ വിശദീകരിക്കുന്നത് കാണാം. ആയിഷ ബീവി അന്നേരത്തേക്ക് വെക്കുവാൻ വേണ്ടിയുള്ള വിഭവങ്ങൾ അന്വേഷിക്കുന്നു. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുവാൻ എണ്ണ തിരയുന്നു. ആ നേരത്ത് റബീഉൽ അവ്വൽ 12ന്റെ അന്ന് രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ല. പ്രവാചകന്റെ വീട്ടിൽ വിളമ്പുവാൻ, ഭക്ഷണത്തിന് പ്രവാചകന് കൊടുക്കുവാൻ ആ അവശനായി കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണത്തിന് നോക്കുമ്പോൾ ധാന്യങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അയൽവാസിയായ ജൂതന്റെ അടുക്കൽ പോയി പ്രവാചകന്റെ ബാക്കിയുണ്ടായിരുന്ന ഒരു പടയങ്കി കൊണ്ടുപോയി അവിടെ പണയം വെച്ചിട്ട് ധാന്യവും അതുപോലെ ഒരൽപ്പം വിളക്ക് കത്തിക്കുവാനുള്ള എണ്ണയുമായി കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അന്നത്തെ രാത്രി അങ്ങനെയാണ് കടന്നുപോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ നാടുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമെന്ന പേരിൽ ചില ആളുകൾ റബീഉൽ അവ്വൽ 12-നും റബീഉൽ അവ്വൽ മാസങ്ങളിലും തോരണങ്ങൾ കെട്ടി വിളക്കുകൾ കത്തി ആഘോഷത്തിൽ തിമിർത്താടുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുവാൻ എണ്ണയില്ലാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നേരത്തിനുള്ള ഭക്ഷണമില്ലാതെ അയൽവാസിയുടെ അടുക്കൽ പോയി കടം വാങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കണം. അങ്ങനെ റബീഉൽ അവ്വൽ 12 തലേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ എല്ലാ ആളുകളും പുലർച്ചെ നേരം മുതലേ പ്രവാചകനെ സന്ദർശിക്കുവാൻ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ സദസ്സിലുണ്ട്, പ്രവാചകനോടൊപ്പം തന്നെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നു. ഫാത്തിമ ബീവി ഒന്ന് കരയുന്നു, വീണ്ടും രഹസ്യം പറയുന്നു. ഫാത്തിമ ബീവി ചിരിക്കുന്നു. എന്താണ് എന്ന് മരണശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ആ നേരത്തെ ഫാത്തിമ ബീവി പറയുകയാണ്, ഉപ്പയുടെ മരണത്തെ സംബന്ധിച്ച് ഉപ്പ എന്നോട് പറഞ്ഞപ്പോ ആ നേരമാണ് ഞാൻ കരഞ്ഞത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നു, ഉപ്പ എന്നോട് പറഞ്ഞ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഉപ്പയുടെ കുടുംബത്തിൽ നിന്നും ഉപ്പയെ അനുഗമിച്ചുകൊണ്ട് പിന്നീട് പോകുന്നത് ഞാനായിരിക്കുമെന്ന് പറഞ്ഞപ്പോ, അതേപോലെ വബശറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത ബിഅന്നഹാ സയ്യിദത്തുൻ നിസാഇൽ ആലമീൻ, ഈ ലോകത്തിലെ മുഴുവൻ സ്ത്രീകളുടെ നേതാവ് ഞാനാണെന്ന സന്തോഷ വാർത്ത ഉപ്പ അറിയിച്ചപ്പോ അതിൽ ഞാൻ ചിരിച്ചതാണ് എന്ന് ഉമ്മയോട്, ആയിഷ ബീവിയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നു. ആ നേരത്തതാ ഫാത്തിമ ബീവി അവിടെ പ്രവാചകന്റെ പ്രയാസങ്ങൾ കാണുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ ശരീരത്തിലേക്ക് അവിടെ നിന്നുണ്ടായിരുന്ന പുതപ്പ് അത് ശരീരത്തിലേക്ക് ഇടുന്നു, മുഖത്തേക്ക് ഇടുന്നു, എന്നിട്ട് മുഖത്തിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെ അസ്വസ്ഥമായി പ്രയാസപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് കണ്ടുകൊണ്ട് ഫാത്തിമ ബീവി പറയുകയാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്, എന്റെ ഉപ്പ അനുഭവിക്കുന്ന പ്രയാസം കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അതാ പ്രവാചകൻ മകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറയുകയാണ്. അങ്ങനെ ഫാത്തിമ ബീവിയോട് ഉപദേശങ്ങൾ നൽകുന്നു. അതേപോലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ വിളിക്കുന്നു. അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. അതേപോലെ അവർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പ്രയാസപ്പെട്ടുകൊണ്ട് പറയുന്നു, യാ ആയിഷ മാ അസാല അജ്ദുൻ അലമത്തുആമുല്ലദി അകൽതു ബി ഖൈബർ, ഖൈബറിൽ വെച്ചുകൊണ്ട് ഒരു ജൂത സ്ത്രീ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആടിന്റെ മാംസത്തിൽ വിഷം കലക്കി തന്നില്ലേ, വിഷം പുരട്ടി എന്നെ തീറ്റിച്ചില്ലേ, അതിന്റെ പ്രയാസം ഇതാ എന്റെ നാഡീ നരമ്പുകൾ ഇന്ന് അറിയുന്നുണ്ട് ആയിഷ എന്ന് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് ഏറെ വേദനിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരോട്, തന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇതാ മദീനയിലുള്ള 7 കിണറുകളിൽ നിന്ന് നിങ്ങൾ വെള്ളം ശേഖരിച്ചു കൊണ്ടുവരണം, എന്നിട്ട് അതെന്റെ തലയിലൂടെ ഒഴിക്കണം, എനിക്കൊരാശ്വാസം ലഭിക്കുവാൻ, എനിക്കൊരു ഉണർച്ച ലഭിക്കുവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ അവരുടെ ഭാര്യമാർ ചെയ്യുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഒരു ഉന്മേഷം പ്രവാചകൻ ലഭിച്ചപ്പോ പ്രവാചകന്റെ ഉമ്മത്തിന് വേണ്ടി, പ്രവാചകന്റെ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അവസാനമായി കൊണ്ട് ചില ഉപദേശങ്ങൾ നൽകുകയാണ്, ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ആ നിർദ്ദേശങ്ങൾ എന്താണ്? വളരെ ഗൗരവമുള്ള, വളരെയധികം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ കൊണ്ടു നടക്കേണ്ട ഉപദേശങ്ങളാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹു അലൽ യഹൂദ വന്നസാറ ഇത്തഖദ ഖുബൂറ അംബിയാഹിം മസാജിദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാ, യഹൂദികളെ, ജൂതന്മാരെ, നസ്രാണികളെ, ക്രൈസ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കിയ കാരണത്താൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിക്കൊണ്ട് തന്റെ ജനങ്ങളെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന ഒരു ഗേഹമായി മാറുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്റെ സ്വഹാബയോട് പറയുകയാണ്. അന്നും ഇന്നും ആ പ്രവാചകന്റെ പ്രാർത്ഥനക്കുള്ള സ്വീകാര്യത എന്ന പേരിൽ ആ പ്രവാചകന്റെ ഖബറിടം ആരാധിക്കുന്ന ഗേഹമായി മാറിയില്ല. നാം ഒന്ന് ആലോചിച്ചു നോക്കുക. മുസ്ലിം പുരോഹിതന്മാർ പല നാടുകളിലും പലയിടങ്ങളിലും പള്ളികളോട് ചേർന്ന് എത്രയെത്ര മക്ബറകളുണ്ട്, എത്രയെത്ര ജാറങ്ങളുണ്ട്, എത്രയെത്ര ഔലിയാക്കളുടെ ജാറങ്ങളുണ്ട്. അവിടങ്ങളിൽ പോയി പ്രയാസങ്ങൾ പറയുന്നവർ, അവിടങ്ങളിൽ പോയി ബുദ്ധിമുട്ടുകൾ പറയുന്നവർ എത്രയെത്ര ആളുകളാണുള്ളത്. അങ്ങനെയെല്ലാം നമ്മുടെ നാടുകളിൽ വരെ ഉണ്ട് എങ്കിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി, മദീനത്തുൽ മുനവ്വറ, അവിടെ എന്ത് സുരക്ഷിതമായി കൊണ്ടാണ് പ്രവാചകന്റെ ഖബറിടം ഇന്നും ഉള്ളത് എന്നുള്ളത് ആലോചിക്കണം. അത് പ്രവാചകന്റെ പ്രാർത്ഥനയുടെ സ്വീകാര്യതയാണ്. അത് പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. അത് അല്ലാഹു അവസാന നാൾ വരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും ഒരു കച്ചവടക്കാരനും അവരുടെ കച്ചവടത്തിനുള്ള മുതലാക്കാതെ ഒരു നിലക്കുമുള്ള ആരാധനയുടെ ഭാഗം വരാതെ പ്രവാചകന്റെ ഖബറെടുത്ത് അല്ലാഹു തആല സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന്റെ അടയാളമാണത്. പ്രവാചകന്റെ ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജൂത ക്രൈസ്തവരുടെ അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി എന്നുള്ളതാണ്. ഏതെങ്കിലും ഇടങ്ങളിൽ പോയി, ഏതെങ്കിലും ജാറങ്ങളിൽ പോയി, ഏതെങ്കിലും ഖബറുകളിൽ പോയിട്ട് നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന സഹിച്ച് തന്റെ നാഡീ നരമ്പുകളിലൂടെ വിഷത്തിന്റെ അംശങ്ങൾ കയറിപ്പോയതിന്റെ വേദന സഹിച്ച് ആ വേദനയിൽ പുളയുന്ന നേരത്ത് നമ്മളോട് പറഞ്ഞ അവസാനത്തെ ഉപദേശമാണ്, നിങ്ങൾ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കരുത് എന്നുള്ളത്. അത് സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്തെ, മുസ്ലിം സമുദായമേ, നമ്മൾ ഒരുങ്ങിയോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കണം. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ ജനങ്ങളോട് പറയുന്നു, വഅഉസന്നാസ് ഫഖാല അസ്സലാത്ത് വമാ മലകത് ഐമാനുക്കും. പ്രവാചകന്റെ അവസാനത്തെ വീണ്ടുമുള്ള ഉപദേശം നമസ്കാരത്തെ സംബന്ധിച്ചാണ്. നമസ്കാരം അതിനെ മുറ പോലെ നിർവഹിക്കണേ, അതിലൊരു ഉപേക്ഷ വരുത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടുമായിക്കൊണ്ട് വേദനയിൽ പുളയുന്ന അവസാന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു. ആ പറച്ചിലിന് എന്ത് പരിഗണനയാണ് നമ്മൾ കൊടുത്തത്? പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ, പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ, പ്രവാചകനോട് അങ്ങേയറ്റം ഹുബ്ബാണ് നമുക്കെങ്കിൽ, ജീവിതത്തിൽ ഒരു വേള പോലും നമ്മൾ നമസ്കാരത്തിൽ ഉപേക്ഷ വരുത്തില്ല. കാരണം അവസാന നേരത്ത് പ്രവാചകൻ ആ വേദനയിൽ പുളയുന്ന നേരത്ത്, പ്രയാസപ്പെടുന്ന നേരത്ത് നമ്മളോട് അവസാനമായി പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്. അതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കുന്നവരായി തീരുക? നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. പ്രവാചകനെ സ്നേഹിക്കണം എന്ന പേരിൽ, പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ പല ആളുകളും പലതരത്തിലുള്ള കോപ്രായങ്ങൾ നമ്മുടെ നാടുകളിൽ കാണിക്കുന്ന നേരങ്ങളിൽ അവരിൽ എത്ര ആളുകൾ അന്ന് സുബഹി നമസ്കരിച്ചവരുണ്ടാകും, അവരിൽ എത്ര ആളുകൾ അന്ന് ളുഹ്ർ നമസ്കരിച്ചിട്ടുണ്ടാകും, അവരിൽ എത്ര ആളുകൾ അന്ന് അസ്ർ നമസ്കരിച്ചിട്ടുണ്ടാകും, അവരിൽ എത്ര ആളുകൾ മഗ്രിബും ഇശായും നമസ്കരിച്ചവരുണ്ടാകും. ഇതെല്ലാം ആഘോഷത്തിന്റെ ഇടയിൽ, തീറ്റയുടെ ഇടയിൽ മറന്നു പോവുകയാണ് സമുദായം. എന്നിട്ട് അവര് പറയുന്ന പേരോ ഹുബ്ബുർ റസൂൽ എന്ന്. പ്രിയപ്പെട്ടവരെ, അതല്ല ഹുബ്ബുർ റസൂല്. പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ശിരസാവഹിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അതാ പ്രവാചകന്റെ അവസാന നിമിഷത്തെ കുറിച്ചതാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന മിനൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈതി വഫീ യൗമി
وبين سحري ونحري وأن الله جمع بين ريقي وريقه عند موته. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നേരത്തെ കുറിച്ച് ആയിഷ ബീവി പറയുന്നു, അല്ലാഹ് എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് എന്റെ വീട്ടിൽ വെച്ചാണ്. ഒഫിയോമി എനിക്ക് അനുവദിക്കപ്പെട്ട ദിവസത്തിലാണ്. വബൈന സഹ്രി വനഹ്രി എന്റെ നെഞ്ചിന്റെയും എന്റെ വയറിന്റെയും ഇടയിൽ കിടന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അതേപോലെ വഅന്നല്ലാഹ ജമഅ ബൈനി റീഖി വരീഖിഹി ഇൻദ മൗതിഹി പ്രവാചകന്റെ ഉമിനീരും എന്റെ ഉമിനീരും പ്രവാചകൻ സല്ലല്ലാഹു തആല അവസാന നേരത്ത് ഒന്നിപ്പിച്ചു എന്ന് ആയിഷ ബീവി പറയുകയാണ്. അവിടുന്നതാ ആയിഷ ബീവി എന്നിട്ട് അത് വിശദീകരിക്കുന്നു. റബീഉൽ അവൽ 12 പ്രവാചകന്റെ അവസാന നിമിഷത്തിൽ അതാ ആ റബീഉൽ അവൽ 12 അവസാന നേരത്ത് എന്റെ വീട്ടിലേക്ക് അതാ എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ കടന്നു വരുന്നു. അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് പ്രവാചകൻ കാണുകയാണ്. ദന്തശുദ്ധി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകൻ അതിലേക്ക് നോക്കുന്നത് കണ്ട് പ്രവാചകന്റെ ആവശ്യം എനിക്ക് മനസ്സിലായി. അബ്ദുറഹ്മാന്റെ കൈകളിൽ നിന്ന് ഞാനത് വാങ്ങി പരുക്കമായിരുന്ന അതിനെ ഞാൻ ചവച്ച് പ്രവാചകന് പാകപ്പെടുത്തി കൊടുത്ത് പ്രവാചകന്റെ പല്ലുകൾ ശുദ്ധീകരിച്ചു കൊടുത്തു എന്ന് പ്രവാചകന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ എന്റെ ഉമിനീരും അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീരും അല്ലാഹു തആല അവസാനമായി ഒന്നിപ്പിച്ചു എന്ന് ആയിഷ ബീവി പറയുകയാണ്. അങ്ങനെ എന്റെ മടിയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ ഞാൻ പ്രവാചകന്റെ നെറ്റിത്തടം തുടച്ചു കൊടുക്കുന്നു, പ്രവാചകന്റെ മുഖം ഞാൻ തുടച്ചു കൊടുക്കുന്നു, പ്രവാചകന്റെ മുഖത്തെ വേർപ്പ് തുള്ളികൾ ഞാനതാ തുടച്ചു കൊടുക്കുകയാണ്, ആ പ്രയാസം നീക്കി കൊടുക്കുന്നു. ആ നേരത്ത് എന്റെ മടിയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാത്ത് തീർച്ചയായും മരണത്തിന് വല്ലാത്തൊരു പ്രയാസമുണ്ട്, വല്ലാത്തൊരു വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത പ്രയാസമാണ്, മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. ഇതാ ഞാൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. അല്ലാഹുവേ എന്നെ സ്വീകരിക്കണേ, നീ അനുഗ്രഹിച്ചവരുടെ കൂടെ, അമ്പിയാക്കന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ റബ്ബേ എന്നെ സ്വീകരിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ. വറഹംനി, എനിക്ക് നീ കരുണ ചൊരിയണേ. വഅൽഹിഖ്നി ബിറഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ കൂട്ടുകാരന്റെ അടുക്കലേക്ക് എന്നെ സ്വീകരിക്കണേ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അത്യുന്നതനായ കൂട്ടുകാരന്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളതാ ആകാശത്തേക്ക് ഉയർന്നിരുന്ന കൈകളതാ താഴേക്ക് പെടുന്നനെ വീഴുകയാണ്. ഇത് സംഭവിച്ച ദിവസത്തെ സംബന്ധിച്ചതാ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു, ഹദീസുകളിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിലും റഹീഖുൽ മഖ്തൂമിലും ബിദാഉ നിഹായയിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ അതിനെ രേഖപ്പെടുത്തിയത് കാണാം. ളുഹയുടെ നേരത്തെ റബീഉൽ അവൽ 12 ഹിജ്റ 11 ളുഹയുടെ നേരത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്നത് എന്ന്, ഈ വേദനയുണ്ടാക്കിയ സംഭവമെന്ന് പ്രവാചകന്റെ ചരിത്രങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ, ഇസ്ലാമിക ലോകം വിശദീകരിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മത്തെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിദിനം ആഘോഷിക്കുന്നവരെ, അതിനെ ആശീർവദിക്കുന്നവരെ, അതിന് സ്റ്റിക്കറുകൾ അയക്കുന്നവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് വേദന കൊണ്ട് പുളഞ്ഞ ദിവസം, നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം അനുഭവിച്ച ദിവസം, ആ ദിവസം എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുക? ആ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ താന്നുപോയ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരം കേട്ടുകൊണ്ട് ദൂരെ നിന്ന് ഓടി വന്ന് നെറ്റിത്തടത്തിൽ ചുംബിച്ച് കരയുകയാണ്. അതാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് സമനില തെറ്റിയിട്ട് പറയുകയാണ്, എന്റെ റസൂൽ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഉമറിന്റെ വാളിന്റെ മൂർച്ച അവൻ അറിയുമെന്ന് സമനില തെറ്റിപ്പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവരൊന്നും കാണിച്ചു തരാത്ത പ്രവാചക സ്നേഹം
എങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇവര് കാണിച്ചു തന്ന പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഇവർ നമുക്ക് കാണിച്ചു തന്നു. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ആരൊക്കെയാണ് കരഞ്ഞത്? റബീഉൽ അവ്വൽ 12 കരയുന്നവർ വഹാബികളാണെന്ന് പറയുന്നവരുണ്ടല്ലോ. റബീഉൽ അവ്വൽ 12 ഇബ്ലീസും വഹാബികളുമാണ് കരയുന്നവരെന്ന് പറയുന്നവരുണ്ടല്ലോ. ആരൊക്കെ കരഞ്ഞു എന്ന് ലിസ്റ്റ് തരാം. ആരൊക്കെയാണ് റബീഉൽ അവ്വൽ 12 കരഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും വറളു അൻഹും, ബിലാൽ, അതേപോലെ ഹസൻ, ഹുസൈൻ, പ്രവാചകന്റെ പേരക്കുട്ടികൾ റളിയല്ലാഹു അൻഹും, ഫാത്തിമ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി കരഞ്ഞ ദിവസമാണ്. ആയിഷ, ഹഫ്സ, ഉമ്മു സലം, ഉമ്മു ഹബീബ, സൗദ, സൈനബ്, സഫിയ, മൈമൂന, ജുവൈരിയ തുടങ്ങിയ പ്രവാചക പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, എല്ലാ ആളുകളും കരഞ്ഞ ആ ദിവസം. എങ്ങനെയാണ് ദഫ്മുട്ടാൻ കഴിയുക? എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് വയറു നിറച്ചുണ്ണുവാൻ കഴിയുക? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം നമ്മൾ. പ്രവാചകന്റെ സ്വഹാബികൾ കാണിച്ചു തരാത്ത, താബിഈങ്ങൾ കാണിച്ചു തരാത്ത, തബഉ താബിഈങ്ങൾ കാണിച്ചു തരാത്ത ഈ ആഘോഷം നമുക്ക് എന്തിന് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. വളരെ വ്യക്തമായി ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 എന്താണ് സംഭവിച്ചതെന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം ആഘോഷങ്ങളാണ് വേണ്ടതെന്ന് ന്യായീകരിക്കുന്നവരുണ്ടെങ്കിൽ, സന്തോഷിക്കുകയാണ് വേണ്ടതെന്ന് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുവാനുള്ളത്, നിങ്ങൾക്ക് കാണിച്ചു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം റബീഉൽ അവ്വൽ 12 ആഘോഷിച്ച ആളുകളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷക്കാലം ഭരണം നടത്തുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഭരണം നടത്തുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 15 വർഷക്കാലം ഭരണം നടത്തുന്നു. അലി ഇബ്നു അബീ താലിബ് 4 വർഷക്കാലം ഭരണം നടത്തുന്നു. അതിനുശേഷം മുആവിയ വന്നു. ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ കാലഘട്ടം കഴിഞ്ഞു. 40 വർഷക്കാലം പ്രവാചക ജീവിതത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് വൈജ്ഞാനികമായ വിജ്ഞാനങ്ങൾ പകർന്നു നൽകിയ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചു. അവരാരും നമുക്കൊരു റബീഉൽ അവ്വലും ആഘോഷിച്ച് കാണിച്ചു തന്നിട്ടില്ല. ഒരു കാരക്കച്ചീള് കൊണ്ട് പോലും ഒരു നിലക്കും അവരെ ഒരു മൗലൂദ് ആഘോഷമോ മൗലൂദ് സദസ്സോ സംഘടിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവര് സംഘടിപ്പിക്കാത്ത, അവരാഘോഷിക്കാത്ത ആ ആഘോഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുക? അതുകൊണ്ട് അത്തരം ആഘോഷിക്കുന്ന ആളുകളോട്, ആഘോഷിക്കുന്നവരെ ന്യായീകരിക്കുന്നവരോട്, അവരോടൊക്കെ ചോദിക്കാനുള്ളത്, ഈ എണ്ണിയ സ്വഹാബ അവര് കാണിച്ചു തന്നോ എന്നുള്ളതാണ്. അവരാണ് കാണിച്ചു തരേണ്ടത് എങ്ങനെ സ്നേഹിക്കണമെന്ന്. അവര് പോയ സ്വർഗത്തിലേക്കാണ് നമ്മൾ കൊതിക്കുന്നത്. ആ സ്വർഗം നമുക്ക് വേണമെങ്കിൽ നമ്മൾ അവര് കാണിച്ചു തന്ന മുഹബ്ബത്ത്, അവരെ കാണിച്ചത് ഹുബ്ബുർ റസൂൽ, അതാണ് കാണിക്കേണ്ടത്. സ്വന്തം ശരീരം കൊടുത്ത് പ്രവാചകനെ സംരക്ഷിച്ചവരാണ് സ്വഹാബ. അവരെ സ്വന്തം ശരീരത്തിലേക്ക് വെട്ടുകൾ, പ്രവാചകന് നേരെ വരുന്ന വെട്ടുകൾ ഏറ്റുവാങ്ങിയവരാണ് സ്വഹാബ. ആ സ്വഹാബ കാണിച്ചു തരാത്തത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കുക? അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 മദീന കരഞ്ഞ ദിവസം, പ്രിയപ്പെട്ടവരെ, ഏത് പ്രയാസമുണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്റെ മരണത്തെക്കാൾ വലിയ ബുദ്ധിമുട്ട്, എന്റെ മരണത്തെക്കാൾ വലിയ പ്രയാസം നിങ്ങൾക്ക് വരാനില്ലെന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോ, ആ മരണത്തെ ആലോചിക്കാതെ, ആ മരണത്തെ ഓർക്കാതെ ആഘോഷിച്ച് തിമിർത്താടാൻ വിശ്വാസികൾക്ക്, പ്രവാചകനോട് ഒരു തരി സ്നേഹമുള്ളവർക്ക് എങ്ങനെയാണ് സാധിക്കുക? നാഥ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ സ്വഹാബികളും പ്രവാചകരും എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് ഈ സമൂഹം, ഈ സമുദായം എന്ത് ചെയ്യുന്നു എന്നും നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, നിങ്ങൾ എന്തിന് തടയണം, നിങ്ങൾ എന്തിന് എതിർക്കണം എന്നുള്ളതാണ്. ആഘോഷിക്കുന്നവർ ആഘോഷിക്കുമ്പോൾ
ഇസ്ലാമിൻ്റെ പേരിൽ ആഘോഷിക്കുമ്പോൾ അത് ഇസ്ലാമികമല്ല എന്ന് പറയാനുള്ള അവകാശമെങ്കിലും വിട്ടുതരണമെന്നാണ് അത്തരം വാദക്കാരോട് പറയാനുള്ളത്. എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിക്കണം, ഉമ്മത്തിൻ്റെ ഐക്യമാണ്, അതൊന്നും പറഞ്ഞുകൂടാ എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ തന്നെ നമുക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ബിദ്അത്തുകളെ താലോലിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളത് അത്തരം ആളുകളൊന്ന് ചിന്തിക്കുക. നമ്മളൊന്ന് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച 2 ആഘോഷങ്ങളാണ് 2 പെരുന്നാളുകൾ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. ആ പെരുന്നാളിന് ഇല്ലാത്ത തോരണങ്ങളും ആ പെരുന്നാളിനില്ലാത്ത മിനുക്ക് പണികളും എങ്ങനെയാണ് ഈ ദിവസങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഈദ് മീലാദുൻ നബി എന്നാണ് പറയുന്നത്. ഈദായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച 2 ഈദാണ്. ഒന്ന് ഈദുൽ അദ്ഹ, ഒന്ന് ഈദുൽ ഫിത്ർ. ഇത് രണ്ടുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതല്ലാത്തൊരു ഈദും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഉപ്പ ജീവിതകാലത്ത് ഉപ്പ പറയുമ്പോൾ ഉപ്പാനെ ധിക്കരിച്ച്, ഉപ്പ പറഞ്ഞ ഉപദേശങ്ങളൊന്നും ശിരസ വഹിക്കാതെ, അനിയന്മാരെ നോക്കണം, വീട്ടിനെ നോക്കണം, ഉമ്മാനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ് അതൊന്നും സ്വീകരിക്കാതെ ഒരാൾ നടന്നു. ഉപ്പയുടെ മരണ ദിവസം ഉപ്പ മരണപ്പെട്ടു. മരണത്തിന് ശേഷം ഉപ്പാന്റെ ജന്മദിനം വരുമ്പോൾ ഉപ്പാനോടുള്ളൊരു സ്നേഹമാണെന്ന പേരിൽ ഒരു മകൻ നടന്നാൽ ആ മകനെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? ചില ആളുകൾ പറയുന്നത് ജനനവും മരണവും ഒരേ ദിവസമാണ്, അതുകൊണ്ട് ജനിച്ചതിലാണ് സന്തോഷിക്കേണ്ടത്, മരിച്ചാൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്ന ആളുകൾ മറ്റെല്ലാ ആളുകളെ സംബന്ധിച്ചും വർഷം തോറും ആണ്ടുകൾ നടത്താറുണ്ട്, ആണ്ട് നേർച്ചകൾ നടത്താറുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖിനെ, റിഫായി ഷെയ്ഖിനെ, പല തങ്ങന്മാരെ, പല ബീവിമാരെ ഒക്കെ ആണ്ട് നേർച്ചകളൊക്കെ നടത്താറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണ്ട് എന്തേ ഈ കൂട്ടർ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകളോട് ചോദിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മകൻ ജനിച്ച അതേ ദിവസം മരണപ്പെട്ടു. നമ്മളൊന്ന് ആലോചിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ എല്ലാ രക്ഷിതാക്കൾക്കും മക്കൾ എന്ന് പറയുന്നത്. ജനിച്ച അതേ ഡേറ്റിന് തന്നെ നമ്മുടെ മകൾ അല്ലെങ്കിൽ മരണപ്പെട്ടു. പിറ്റേ വർഷങ്ങളിൽ ആ ദിവസം വരുമ്പോൾ അവൻ ജനിച്ചതിലുള്ള സന്തോഷം ആണോ നമ്മൾ ആലോചിക്കുക, അവൻ മരണപ്പെട്ടതിലുള്ള ദുഃഖമാണോ നമ്മൾ ആലോചിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. തീർച്ചയായും മരണപ്പെട്ടതിലെ ദുഃഖമായിരിക്കും നമ്മളിൽ ഉണ്ടാകുക. ആ മക്കളെക്കാളേറെ, പിതാക്കളെക്കാളേറെ, എന്തിനേക്കാളേറെയും സ്നേഹിക്കേണ്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ ദിവസത്തെ ആഘോഷമാക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? നമ്മുടെ ഒരു പ്രവൃത്തി റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരണം. പ്രവാചകനോടുള്ള സ്നേഹമല്ലേ, ഹുബ്ബല്ലേ, മുഹബ്ബത്തല്ലേ എന്ന് പറഞ്ഞാൽ അത് ഹുബ്ബും മുഹബ്ബത്തും ആവില്ല. ആ ഹുബ്ബും മുഹബ്ബത്തും ആര് കാണിച്ചു തരണം? പ്രവാചകൻ കാണിച്ചു തരണം, പ്രവാചകന്റെ സ്വഹാബ കാണിച്ചു തരണം, താബിങ്ങൾ കാണിച്ചു തരണം, തബഇ താബിങ്ങൾ കാണിച്ചു തരണം. ഒരാൾ സുബഹിന് എഴുന്നേൽക്കുന്നു രാവിലെ, എന്തായാലും എഴുന്നേറ്റതല്ലേ, 2 റക്അത്ത് ആക്കണ്ട, നീട്ടി പാരായണം ചെയ്ത് ഒരു 4 റക്അത്ത് നമസ്കരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ സുബഹി സഹിഹാവുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം. മുഹബ്ബത്തും ഹുബ്ബും സ്വഹീഹാവണമെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരണം. അത് സ്വഹാബ നമുക്ക് മാതൃക കാണിച്ചു തരണം. അതല്ലാത്തതൊക്കെ വലാലത്തിലാണ്. ആ വലാലത്തുകൾ മുഴുവൻ നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു തആല എല്ലാ ബിദ്അത്തുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ സമീപത്ത് പ്രവാചകൻ തന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഹൗദുൽ കൗസർ ഇങ്ങനെ കോരിക്കൊടുക്കുമ്പോൾ ചില ആളുകൾ വരുമ്പോൾ അല്ലാഹു തആല പറയും, സുഹുഖൻ സുഹുഖ, ദൂരെ പോവുക എന്ന് ചില ആളുകളെ വിളിച്ചുകൊണ്ട് പറയുമെന്നാണ്. പ്രവാചകൻ അപ്പോൾ പറയും, എൻ്റെ ഉമ്മത്തിൽ പെട്ടവരല്ലേ അവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയും, നിന്റെ ഉമ്മത്തിൽ പെട്ടവർ തന്നെയാണവർ,
പക്ഷേ നിന്റെ മരണശേഷം ദീനിൽ പുതുതായിട്ട് പലതും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളുകളാണ്, അതുകൊണ്ട് അവർക്കിതിൽ അവകാശമില്ല എന്ന് അല്ലാഹു തആല പറയുകയും പ്രവാചകനടക്കം അവരെ തള്ളിക്കളയുകയും ദൂരേക്ക് കളയുകയും ചെയ്യുമെന്നാണ്. അല്ലാഹു തആല അത്തരക്കാരിൽ നിന്നും നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാൻ, ബിദ്അത്തുകളിൽ നിന്നും മാറി നിൽക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണം വരെ പുൽകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിന്റെ ലോകത്ത് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ അവർക്കൊക്കെ അല്ലാഹു തആല അവരുടെ ഖബറിടം സന്തോഷത്തോപ്പാക്കി സ്വർഗ്ഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين وسلام على المرسلين.